അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വഴിവിളക്കിലെ സുആൽ ജവാബിലേക്ക് ഒരു സഹോദരൻ അയച്ചിട്ടുള്ള ചോദ്യം മക്കൾക്ക് സക്കാത്ത് നൽകാൻ പറ്റുമോ എന്നതാണ്. എന്റെ 3 മക്കളിൽ 2 പേർ സാമ്പത്തികമായി ശേഷിയുള്ളവരാണ്. മൂന്നാമത്തെ മകൻ അവൻ അധ്വാനിക്കുന്നവനാണ്, ഇസ്ലാമികമായി ജീവിക്കുന്നവനാണ്, വിവാഹിതനാണ്. പക്ഷേ അവന്റെ കുടുംബം പുലർത്താൻ അവന് സാമ്പത്തികമായ ശേഷി മറ്റു 2 മക്കളെ പോലെയില്ല. അതുകൊണ്ട് എന്റെ സക്കാത്തിൽ നിന്ന്, അതായത് ഉപ്പയുടെ സക്കാത്തിൽ നിന്ന് എന്റെ ഈ ദരിദ്രനായ വിവാഹിതനായ മകന് സക്കാത്ത് നൽകാൻ പറ്റുമോ എന്നതാണ് സഹോദരന്റെ ചോദ്യം. എന്നാൽ ഈ വിഷയത്തിലുള്ള മറുപടി നേരത്തെ വഴിവിളക്കിലെ സുആൽ ജവാബിൽ മാതാപിതാക്കൾക്ക് സക്കാത്ത് കൊടുക്കാമോ എന്ന ഒരു ചോദ്യത്തിന് നൽകിയിട്ടുള്ള മറുപടി കൂടി കേൾക്കുന്നത് നന്നായിരിക്കും. കാരണം രണ്ടിന്റെയും വിഷയങ്ങൾ ഒരുപോലെയാണ്. സഹോദരൻ ആ മറുപടി കൂടി കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. രണ്ടിനുള്ള മറുപടി ഒരുപോലെയാണ് എന്ന് പറയാൻ കാരണം പണ്ഡിത ലോകത്ത് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് സക്കാത്ത് താൻ ചെലവ് നൽകി സംരക്ഷിക്കേണ്ടുന്ന ആളുകൾക്ക് സക്കാത്ത് നൽകാൻ പാടില്ല എന്നത്. അതായത് ബാപ്പയുടെ ബാധ്യതയാണ് ഭാര്യയെ, മക്കളെ സംരക്ഷിക്കൽ. അതേപോലെ മക്കളുടെ ബാധ്യതയാണ് സാമ്പത്തികമായ ശേഷിയില്ലെങ്കിൽ മാതാപിതാക്കളെ സംരക്ഷിക്കൽ. അതിന് വല്ലിപ്പ വല്ലിമ്മയാണെങ്കിലും അതേപോലെ കുട്ടികൾ മാത്രമല്ല അവരുടെ പേരക്കുട്ടികളാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഈ സംരക്ഷണ ബാധ്യതയുള്ള ആളുകൾക്ക് പണ്ഡിതന്മാർ അതിന് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ അസ്ല്, ഫർഅ് അല്ലെങ്കിൽ ഉസൂല്, ഫുറൂഅ് എന്നാണ്. ഉസൂൽ എന്നാൽ മാതാപിതാക്കളും അതിന് മേലോട്ടുള്ള വല്യപ്പ വല്യമ്മമാരും. ഫുറൂഅ് എന്ന് പറഞ്ഞാൽ ആൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ അവരും പേരക്കുട്ടികളുമായ ആളുകൾ, എത്ര താഴോട്ടുള്ളവരാണെങ്കിലും ശരി, ഇവർക്ക് സക്കാത്ത് നൽകാൻ പാടില്ല. കാരണം അവരെ സംരക്ഷിക്കേണ്ടത് ഈ പറഞ്ഞ ആളുകളുടെ മതപരമായ ബാധ്യതയാണ്. എന്നാൽ 2 സന്ദർഭങ്ങളിൽ ഈ പറയുന്ന ആളുകൾക്ക് സക്കാത്ത് നൽകൽ അനുവദനീയമായി തീരും. നൽകാൻ പാടില്ല എന്നത് ഒരുപാട് പണ്ഡിതന്മാർ, ഇബ്നു ഖുദാമ അദ്ദേഹത്തിന്റെ മുഗ്നിയിൽ, അതുപോലെ തന്നെ ഇബ്നുൽ മുൻദിറിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെ പൗരാണികരും ആധുനികരുമായ പണ്ഡിതരൊക്കെ ഈ കാര്യം അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണ്. ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ നിന്ന് ഒഴിവായി എപ്പോഴാണ് സക്കാത്ത് നൽകാൻ പറ്റുക? അത് മക്കളുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ജീവിത ചെലവുമായി ബന്ധപ്പെട്ട, അതായത് അവരുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, ആഹാരം തുടങ്ങിയ കാര്യങ്ങൾക്ക് അല്ലാത്ത നിലക്ക് മറ്റെന്തെങ്കിലും കടബാധ്യതകൾ അവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ കടം വീട്ടുന്നതിന് വേണ്ടി, കടം വീട്ടേണ്ടത് ഇവരുടെ ബാധ്യതയല്ല, മക്കളുടെ കടം വീട്ടേണ്ടത് ബാപ്പയുടെ ബാധ്യതയല്ല, അതുപോലെ തന്നെ പിതാവിന്റെ കടം വീട്ടേണ്ടത് മക്കളുടെ ബാധ്യതയുമല്ല. ആ കടം വീട്ടുക എന്നത് മറ്റൊരു നിലക്ക് വന്നുപെട്ട കടമായതുകൊണ്ട്, ആ കടം വീട്ടേണ്ടത് തന്റെ ബാധ്യതയുമല്ലാത്തതുകൊണ്ട് ഈ കടം വീട്ടുന്നതിന് വേണ്ടി തന്റെ സക്കാത്ത് നൽകാവുന്നതാണ്. ഉദാഹരണത്തിന് മകൻ ഏതെങ്കിലും നിലയ്ക്ക് ഒരു കടമുണ്ടായി. ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ വിശദീകരിച്ചിട്ടുള്ളത്, ഒരു ആക്സിഡന്റ് പറ്റി, ആ കാറിന്റെ അല്ലെങ്കിൽ വാഹനത്തിന്റെ നഷ്ടപരിഹാരം കൊടുക്കണം. അത് കൊടുക്കാൻ ഈ മകന് സാമ്പത്തികമായ ശേഷിയില്ല. ഒരു വലിയ സംഖ്യ അതിന് വില ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ സക്കാത്ത് കൊടുക്കാനുള്ള ബാപ്പക്ക്, സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥനായ ബാപ്പ ഈ കടത്തിൽപ്പെട്ട ഭക്ഷണച്ചെലവോ ജീവിതച്ചെലവോ ആയി ബന്ധപ്പെട്ടതല്ലാത്ത നിലക്ക് കടബാധ്യതയിൽപ്പെട്ടിട്ടുള്ള മകന്റെ കടം വീട്ടുന്നതിന് വേണ്ടി തന്റെ സക്കാത്തിൽ നിന്ന് പിതാവിന് നൽകാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ മറുപടി നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം അല്ലെങ്കിൽ രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത്, ബാപ്പയാകട്ടെ മാതാപിതാക്കളാകട്ടെ മക്കളാകട്ടെ അവരെ സംരക്ഷിക്കാൻ മാത്രം ഈ ആൾക്ക്, മക്കളെ സംരക്ഷിക്കാൻ മാത്രം ബാപ്പക്ക് സാമ്പത്തിക ശേഷിയില്ല. ബാപ്പയുടെയും ഭാര്യയുടെയും ഇനി ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരുടെയും ഒക്കെ ചെലവുകൾ ഒത്തുപോകുന്നേ ഉള്ളൂ. കഷ്ടപ്പെടുന്ന വിവാഹിതനായ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന മറ്റൊരു മകനെ സഹായിക്കാൻ അയാളുടെ കയ്യിൽ പണമില്ല. അയാൾക്ക് സക്കാത്ത് കൊടുക്കാനുണ്ട്, പക്ഷെ അത് കുറച്ച് മാത്രമേ ഉള്ളൂ. അതുപോലെ ബാപ്പ ഈ നിലക്ക് ബാപ്പയെ സംരക്ഷിക്കേണ്ടത് മകന്റെ ബാധ്യതയാണ്. പക്ഷെ ബാപ്പയെ സംരക്ഷിക്കാനുള്ള ശേഷി അയാൾക്കില്ല. അയാൾ തന്നെ ഞെക്കി ഞെരുങ്ങി പോവുകയാണ്. അയാൾ അല്പം സക്കാത്ത് കൊടുക്കാനുമുണ്ട്, എന്നാൽ ബാപ്പയെ സംരക്ഷിക്കേണ്ടതുമുണ്ട്. ഈ ഘട്ടങ്ങളിൽ ബാപ്പക്ക് തന്റെ സക്കാത്തിന്റെ പൈസ ഈ മകനെ സംരക്ഷിക്കാൻ വേറെ പണമില്ല എങ്കിൽ സക്കാത്തിന്റെ പൈസ നൽകാവുന്നതാണ്. അതേപോലെ വാപ്പക്കും
മകൻ വാപ്പയെ സംരക്ഷിക്കണം, പക്ഷേ സാമ്പത്തികമായി അത്ര വിശാലമല്ല, എന്നാൽ അല്പം പൈസ സക്കാത്ത് കൊടുക്കാനുമുണ്ട്, വാപ്പയെ സംരക്ഷിക്കേണ്ടതുമുണ്ട് എങ്കിൽ ഈ സക്കാത്തിന്റെ പൈസ വാപ്പക്ക് നൽകാവുന്നതാണ്. കാരണം അവിടെ വേറെ നിർവാഹമില്ലാത്തത് കൊണ്ട് ആണ് ഇത്തരമൊരു സാഹചര്യം പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ചിട്ടുള്ളത്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൗരാണികരും ആധുനികരുമായ പണ്ഡിതന്മാരെല്ലാം ഈ കാര്യം വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് സാഹചര്യങ്ങളിലല്ലാതെ മക്കൾക്കോ മാതാപിതാക്കൾക്കോ സക്കാത്ത് നൽകാവതല്ല. ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ള വിഷയം, രണ്ട് മക്കൾ സാമ്പത്തികമായി ശേഷിയുള്ളവരാണ്, ഒരു മകൻ ദീനീച്ഛതയോടുകൂടി ജീവിക്കുന്നവനാണ്, അധ്വാനിക്കുന്നവനാണ്, പക്ഷെ അവന് പ്രാരാബ്ദങ്ങൾ ഒപ്പിച്ചു പോകാൻ കഴിയുന്നില്ല, എനിക്ക് സക്കാത്ത് കൊടുക്കാനുമുണ്ട് എന്നാണ്. ഇവിടെ വാപ്പക്ക് സക്കാത്തിന്റെ പൈസ അല്ലാതെ തന്നെ മകനെ സംരക്ഷിക്കാൻ സാമ്പത്തികമായ ശേഷിയുണ്ട് എന്നാണ് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. എങ്കിൽ സക്കാത്തിന്റെ പണം ഈ മകന് നൽകാൻ പാടില്ല, മറിച്ച് അത് തന്റെ സ്വന്തം ധനത്തിൽ നിന്ന് ഈ മകനെ സംരക്ഷിക്കേണ്ടത് വാപ്പയുടെ ബാധ്യതയാണ് എന്നതാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമിനോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഫത്താവ നൂറുൻ അൽ ദർബ് എന്ന പരിപാടിയിൽ ഇത്തരമൊരു ചോദ്യത്തിന് മറുപടി നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. ചോദ്യം മറ്റൊരു രീതിയിലാണ്. അതായത്, എന്റെ സക്കാത്തിന്റെ വിഹിതം മകന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ മകളുടെ ഭർത്താവിന് അത്യാവശ്യമായ ആ കാര്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ നൽകാമോ? ഇവിടെ വഴിവിളക്കിലേക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം മകന് കൊടുക്കാമോ എന്നാണ്. ഇവിടെ ഷെയ്ഖ് ഹുസൈമിനോട് ചോദിക്കുന്നത് ആവശ്യക്കാരായ കുടുംബത്തിലെ മകന്റെ ഭാര്യ, മകനല്ല കൊടുക്കുന്നത്, മകന്റെ ഭാര്യയ്ക്ക്, അതുപോലെ തന്നെ മകൾക്കല്ല മകളുടെ ഭർത്താവിന് സക്കാത്ത് കൊടുക്കുന്നു. അപ്പൊ നേർക്ക് നേരെ മക്കൾക്കല്ല കൊടുക്കുന്നത്. ഇതിന് ഷെയ്ഖ് ഹുസൈമീൻ നൽകിയിട്ടുള്ള മറുപടി, മകന്റെ ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത്, ആ സക്കാത്ത് കൊടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന കാര്യം എന്താണ്? ഈ പണം മകന്റെ ഭാര്യയ്ക്ക് ചെലവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. ഭാര്യയാകട്ടെ, അതായത് മകന്റെ ഭാര്യയാകട്ടെ, മകൻ ചെലവഴിക്കുന്നത് കൊണ്ട് അവൾ സാമ്പത്തികമായി ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ശേഷിയുള്ള ആളുമാണ്. അതുകൊണ്ട് തന്നെ ഈ മകന്റെ ഭാര്യ സക്കാത്തിന് അർഹയല്ല. ഇനി മകളുടെ ഭർത്താവ് മകൻ ദരിദ്രനാണെങ്കിൽ ആ മകനെയും മകന്റെ ഭാര്യയെയും സംരക്ഷിക്കേണ്ടത് വജബ അല അബീഹി അൻ യുൻഫിഖ അല ബിനിഹി വഅല സൗജതി ഇബ്നിഹി മിൻ മാലിഹിൽ ഖാസ് വഹീന ഇദിൻ ലാ യുതിഹാ മിനസ് സക്കാത്ത്. ഇവിടെ നമ്മുടെ ചോദ്യകർത്താവ് വഴിവിളക്കിലേക്ക് ചോദിച്ചതുപോലെ മകൻ ദരിദ്രനാണ്, മകന്റെ ഭാര്യയ്ക്കും ശേഷിയില്ല, അവരുടെ കുടുംബം പോറ്റാൻ സാധിക്കുന്നില്ല എങ്കിൽ സക്കാത്തല്ല കൊടുക്കേണ്ടത്. ആ ഘട്ടത്തിൽ തന്റെ ദരിദ്രനായ മകനെ സംരക്ഷിക്കേണ്ടത്, മകന്റെ ഭാര്യയെയും സംരക്ഷിക്കേണ്ടത് ബാപ്പയുടേതായ പ്രത്യേകമായ സ്വത്തിൽ നിന്നാണ്. ആ സന്ദർഭത്തിൽ സക്കാത്തിൽ നിന്ന് നൽകാവതല്ല എന്നാണ്. ഇവിടെ ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ട് സന്ദർഭങ്ങൾ ഒഴിവാക്കി പറഞ്ഞിട്ടുണ്ട്. സക്കാത്തല്ലാതെ തന്നെ ഈ ബാപ്പക്ക് മകനെയും മകന്റെ ഭാര്യയെയും സംരക്ഷിക്കാൻ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ സക്കാത്തല്ലാത്ത ധനം നൽകാമെന്നല്ല, നൽകി സംരക്ഷിക്കേണ്ടത് ബാപ്പയുടെ ബാധ്യതയാണ് എന്നാണ്. അനന്തരാവകാശത്തിൽ ആരൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുവോ, ഇത് സ്വത്ത് ഇങ്ങോട്ട് കിട്ടുന്ന വിഷയത്തിൽ മാത്രമല്ല, അങ്ങോട്ട് ചെലവഴിക്കുന്ന വിഷയത്തിലും അതുപോലെ ബാധ്യതയുണ്ട് എന്ന് പല പണ്ഡിതന്മാരും വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മകന്റെ ഭാര്യയ്ക്ക് കടമുണ്ട്. ഈ കടമെന്ന് പറയുന്നത് മകനല്ല കടം, മകന്റെ ഭാര്യയ്ക്ക് കടമുണ്ട്. അത് ജീവിത ചെലവുമായി ബന്ധപ്പെട്ടതല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആക്സിഡന്റിലോ മറ്റെന്തെങ്കിലും വിഷയത്തിലോ ഉണ്ടായ ഒരു കടബാധ്യതയാണെങ്കിൽ ആ കടം വീട്ടുന്നതിന് വേണ്ടി മകന്റെ പിതാവിന് മകന്റെ ഭാര്യയുടെ കടം വീട്ടാൻ വേണ്ടി സക്കാത്ത് കൊടുക്കാം എന്നതാണ്. കാരണം അത് ജീവിത ചെലവുമായി ബന്ധപ്പെട്ടതല്ല, നേരത്തെ പറഞ്ഞതുപോലെ വേറെ കടമാണ്. ഇനി ഇതേപോലെ ഷെയ്ഖ് ഉസൈമീനോട് മറ്റൊരു ചോദ്യം ചോദിക്കപ്പെട്ടിട്ടുള്ളത്, നേരത്തെ പറഞ്ഞതിലുള്ള മറ്റൊരു ചോദ്യം, മകളുടെ ഭർത്താവിന് സക്കാത്ത് കൊടുക്കാമോ? നമ്മളെ മകളെ കെട്ടിച്ചു, മകളുടെ കുടുംബത്തിന് പ്രശ്നമുണ്ട്, അപ്പൊ ആ മകൾക്ക് സക്കാത്ത് കൊടുക്കാമോ? ഇതിലും പാടില്ല എന്നതാണ്. കാരണം മകളാണ്. എന്നാൽ ആ മകൾക്ക് കൊടുക്കാൻ പറ്റില്ല, മകളുടെ ഭർത്താവിന് കൊടുക്കാം. കാരണം മകളുടെ ഭർത്താവിനെ സംരക്ഷിക്കേണ്ടത് അമ്മോശങ്കാക്കയുടെ ബാധ്യതയല്ല.
അതുകൊണ്ട് തന്നെ അവിടെ മകൾക്കല്ല, മകളുടെ ഭർത്താവിന് അമ്മോശങ്കാക്ക് അതായത് മകളുടെ ബാപ്പക്ക് സക്കാത്ത് നൽകൽ അനുവദനീയമാണ്. മജ്മൂ ഫത്താവ റസായിൽ എന്ന ഷെയ്ഖ് ഉസൈമീന്റെ മറ്റൊരു ഗ്രന്ഥത്തിൽ 18/426 ഒരു ചോദ്യം ഒരാൾ ചോദിക്കുകയാണ്, എന്റെ വിവാഹിതരായ പെൺമക്കൾക്ക് എന്റെ സക്കാത്ത് നൽകാമോ? അവർ ദരിദ്രരാണ് എന്ന് പറഞ്ഞാൽ മകളും മകളുടെ ഭർത്താവും മക്കളും ഒക്കെ ദരിദ്രന്മാരാണ്, കൊടുക്കാൻ പറ്റുമോ? ഇവിടെയും ഷെയ്ഖ് ഉസൈമീൻ ഇതേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ രണ്ട് അടിസ്ഥാനങ്ങൾ, ബാപ്പ, ഉമ്മ, വല്യാപ്പമാർ, മക്കൾ, അതുപോലെ പേരക്കുട്ടികൾ, ഇത് അസ്ല് ഫർഅ്, ഇവർക്ക് സക്കാത്തിൽ നിന്ന് നൽകാൻ പാടില്ല. എന്നാൽ ഈ പെൺമക്കൾക്ക് അവർക്ക് ജീവിതാവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ കൊടുക്കാൻ പാടില്ല. എന്നാൽ അവർക്ക് കടബാധ്യതയുണ്ടായി, അത് ചെലവുമായി ബന്ധപ്പെട്ടതല്ല എങ്കിൽ ആ കടം വീട്ടാൻ വേണ്ടി സക്കാത്ത് നൽകാം. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം ഇവിടെ വീണ്ടും സൂചിപ്പിക്കുകയാണ്. അയാൾക്ക് സാമ്പത്തികമായ ശേഷി ഉണ്ടെങ്കിൽ സക്കാത്തിൽ നിന്നല്ല, അയാളുടെ സ്വത്തിൽ നിന്നാണ് നൽകേണ്ടത്. മകനെ സംബന്ധിച്ചിടത്തോളം അത് നേരത്തെയും വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പൊ ആൺമക്കളായിരുന്നാലും പെൺമക്കളായിരുന്നാലും മക്കളുടെ ഭർത്താക്കന്മാരായിരുന്നാലും മക്കളുടെ ഭാര്യമാരായിരുന്നാലും ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദനീയമാകും എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ ചോദ്യകർത്താവിന്റെ മറ്റൊരു സംശയം എന്ന് പറയുന്നത്, ഞാൻ എന്റെ ഈ ഒരു മകന് മാത്രം അവന്റെ ദാരിദ്ര്യം പരിഹരിക്കാൻ വേണ്ടി അവന് ഞാൻ വല്ലതും കൊടുത്താൽ അത് മക്കൾക്കിടയിൽ നീതി പുലർത്തണം എന്ന് പറഞ്ഞതിന് എതിരാകുമോ എന്നാണ്. മക്കൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ നീതി പുലർത്തണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും തുല്യമായി കൊടുക്കണം എന്നല്ല. അതാണായാലും പെണ്ണായാലും തുല്യമായി എന്ന വാക്ക് ഇസ്ലാം ഉപയോഗിച്ചിട്ടില്ല. അത് ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ തന്നെ വേറെ വിഷയങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുമ്പ് ഞാനത് മറ്റു വിഷയങ്ങളിൽ വ്യക്തമാക്കിയതുമാണ്. അപ്പോ നീതി പുലർത്തണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അപ്പൊ ആണിന് കൊടുക്കുന്നത് പോലെ തന്നെ പെൺമക്കൾക്കും ജീവിതകാലത്ത് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. അവിടെ നീതി എന്താണ്? ആണിന് ഉള്ള വിഹിതം ആണിന് കൊടുക്കുക, പെണ്ണിനുള്ള വിഹിതം പെണ്ണിന് കൊടുക്കുക. അതേപോലെ ഒരു മകൻ, ഇപ്പോ അദ്ദേഹം തന്നെ ഷെയ്ഖ് ഉസൈമീൻ വിശദീകരിച്ചു, നല്ലോണം ഭക്ഷണം കഴിക്കും. വേറെ ഒരു മകൻ അത്ര തന്നെ ഭക്ഷണം വേണ്ട. അപ്പൊ അവിടെ നീതി എന്നുള്ള നിലക്ക് വേണ്ടവന് എത്ര ആവശ്യമുണ്ടോ അത്ര തീറ്റിപ്പിക്കാൻ കഴിയുമോ? അത് കഴിയുകയില്ല. എന്നാൽ കുറഞ്ഞ ഭക്ഷണം ആവശ്യമുള്ളവന്റെ അളവിൽ മാത്രം കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന കുട്ടിക്ക് കൊടുത്താൽ മതിയാകുമോ? അതുമില്ല. അപ്പോൾ അവിടെ നീതി എന്ന് പറഞ്ഞാൽ അവരവർക്ക് ആവശ്യമുള്ളതെന്താണോ അത് കൊടുക്കുക എന്നതാണ് നീതി. ഇവിടെ ഈ പറയുന്ന ചോദ്യത്തിൽ ഒരാൾ ഉന്നയിക്കുന്ന ചോദ്യം, എന്റെ ബാപ്പ എന്നെയും എന്റെ ഒരു സഹോദരനെയും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി, നമ്മളോട് മനസ്സിലാക്കണം, പെൺകുട്ടികളെ കെട്ടിക്കാനല്ല, ആൺകുട്ടികളെ കെട്ടിക്കാൻ ബാപ്പ പണം ചെലവഴിച്ചു. ഞങ്ങൾക്ക് പൈസയുണ്ടായിരുന്നില്ല. എന്തിനാ പൈസ? മഹർ കൊടുക്കാൻ. എന്നാൽ ഞങ്ങളുടെ മുതിർന്ന സഹോദരന്മാരുണ്ടായിരുന്നു, അവർ സാമ്പത്തികമായ ശേഷിയുള്ളവരാണ്. അവർ അവരുടെ പണം മഹർ കൊടുത്തുകൊണ്ട് വിവാഹം കഴിച്ചു. ബാപ്പ മരിച്ചുപോയി. അപ്പോൾ ഞങ്ങളുടെ ഈ മുതിർന്ന ശേഷിയുള്ള സഹോദരന്മാർ പറയുകയാണ്, നിനക്ക് കല്യാണം കഴിക്കാൻ മഹറിന് തന്ന പൈസ അത് ബാപ്പക്കുള്ള നിന്റെ കടമാണ്, അതുകൊണ്ട് നീ അത് വീട്ടണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൂടി കൊടുക്കണം എന്നർത്ഥം. ഞാനത് മുഴുവനായി വായിക്കുന്നില്ല. അവിടെ ഷെയ്ഖ് ഉസൈമീൻ വിശദീകരിച്ചിട്ടുള്ളത്, മുതിർന്ന മക്കൾ അവർ സാമ്പത്തിക ശേഷിയുണ്ട് എങ്കിൽ അവരുടെ മഹറിന്റെ പൈസ ബാപ്പ കൊടുക്കേണ്ടതില്ല. എന്നാൽ ഈ പറഞ്ഞ രണ്ട് മക്കൾ അവർക്ക് സാമ്പത്തികമായ ശേഷിയില്ല, മഹർ കൊടുക്കാൻ കല്യാണപ്രായമെത്തി എങ്കിൽ അവരെ മഹർ കൊടുത്ത് കല്യാണം കഴിപ്പിക്കേണ്ടത് ബാപ്പയുടെ ബാധ്യതയാണ്. അത് കൊടുത്താൽ മറ്റവർക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇത് അനീതിയാകുമോ? ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി മാത്രവുമല്ല, മുതിർന്ന കുട്ടികളെ കല്യാണം കഴിപ്പിക്കും. എന്നാൽ ബാപ്പ മരിക്കുമ്പോൾ ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ മരിച്ചതിന് ശേഷം പറയുകയാണ്, മുതിർന്ന ആളുകൾക്ക് കൊടുത്തതുപോലെ അവർക്ക് മഹറിന് കൊടുത്തതുപോലെ ഇവർക്ക് വേണ്ടി വസിയത്ത് ചെയ്യണം എന്ന് പറയുക. അല്ലെങ്കിൽ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പാലിക്കേണ്ടതുണ്ടോ? ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർക്ക് കൊടുക്കേണ്ടത് അനന്തരാവകാശത്തിൽ നിന്നാണ്. കാരണം മക്കൾക്ക് ആവശ്യമുള്ളപ്പോൾ അവരുടെ ആവശ്യം ബാപ്പ നിറവേറ്റി, അതൊരു അവകാശമായി ഉന്നയിക്കാൻ പാടില്ല എന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ചോദ്യകർത്താവിന്റെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാകുന്നു. സത്യമറിയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു അഅലം. സുബ്ഹാനക്കല്ലാഹു